ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിലേക്ക് എവരെയും കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. 2 ദിനവൃത്താന്ത പുസ്തകം 11-ാം അധ്യായം നമ്മളിന്ന് വായിക്കുകയാണ്. 10-ാം അധ്യായത്തിൽ ശലോമോൻ്റെ മകൻ രഹബെയാമും അവനോട് എതിർത്ത് യൊരോബെയാമും, നബാത്തിൻ്റെ മകൻ യൊരോബെയാമും രാജാവാകുന്ന കാര്യം നമ്മൾ കണ്ടു. പിന്നെ രഹബെയാം യഹൂദയുടെയും ബെഞ്ചമിൻ ഗോത്രങ്ങളുടെയും മാത്രം രാജാവായിരിക്കുമ്പോൾ യൊരോബെയാം ബാക്കി 10 ഗോത്രങ്ങളുടെ ഒരു തലവനായി അദ്ദേഹം ഇസ്രായേലിൽ ആകുകയാണ്. അത് കഴിഞ്ഞപ്പോൾ യൊരോബെയാം യുദ്ധത്തിന് തയ്യാറാവുകയാണ് മറ്റേ ഗോത്രങ്ങളോട്. ആ സമയത്താണ് നമ്മൾ വായിക്കുന്നു, ഷെമയ്യ പ്രവാചകൻ അഥവാ യെശയ്യാ പ്രവാചകനാണത്. അദ്ദേഹം ദൈവത്തിൻ്റെ അരുളപ്പാട് അറിയിക്കുന്നു, നീ ഇപ്പോൾ യുദ്ധം ചെയ്യരുത്, കാരണം യുദ്ധം ചെയ്യുന്നത് നിൻ്റെ സഹോദരന്മാരോടാണ്. മറ്റേ ദേശത്തുള്ളതെല്ലാം യഹൂദന്മാർ തന്നെയാണ്, നിൻ്റെ സഹോദരന്മാരാണ്, അവരോട് യുദ്ധം ചെയ്യാൻ പാടില്ല. നിനക്ക് യൊരോബെയാമിനോട് വിരോധമുണ്ടായിരിക്കാം, പക്ഷെ അവരോട് യുദ്ധം ചെയ്യരുത്. അത് രഹബെയാം ഇവിടെ അനുസരിക്കുകയാണ്. അതിൻ്റെ 5 മുതൽ 23 വാക്യം വായിക്കുമ്പോൾ നിലവിലുള്ള നഗരങ്ങളെ അദ്ദേഹം പിന്നീട് കോട്ട കെട്ടി സംരക്ഷിക്കുന്നു. അത് ഈജിപ്തുകാർ വന്ന് ആക്രമിക്കാതിരിക്കാൻ വേണ്ടിയാണ് അവിടെ എല്ലാം കോട്ട കെട്ടി അവരെ പിന്നെ സംരക്ഷിക്കുന്നത്. ഭരണത്തിൻ്റെ ആരംഭകാലത്ത് യൊരോബെയാം വിശ്വസ്തനും അനുസരണമുള്ളവനുമായ ഒരു വ്യക്തിയായി നമുക്ക് അദ്ദേഹത്തെ കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ഇസ്രായേലിലാകട്ടെ ദൈവത്തെ വിട്ട് അവിശ്വസ്തതയിലേക്കും വഴുതി വീണ രാജ്യമായും ഇസ്രായേൽ സമൂഹത്തെ പൊതുവെ ഇവിടെ ചിത്രീകരിക്കുന്നുണ്ട്. 13 മുതലുള്ള വാക്യം നമ്മൾ വായിക്കുന്നു, ഇസ്രായേലിൽ താമസിച്ചിരുന്ന പുരോഹിതന്മാരും ലേവ്യരുമെല്ലാം യഹൂദ്യയിലേക്ക് പിന്നെ പോവുകയാണ്. കാരണം അവിടെ ഉണ്ടായിരുന്ന യൊരോബെയാം അവരെ യാഗമർപ്പിക്കുന്നതിൽ നിന്ന് അവരെ തടഞ്ഞിരുന്നു. അതിനുശേഷം അദ്ദേഹം ആരാധിച്ചിരുന്ന വിജാതീയമായ ദുഷ്ടശക്തികളെയും അങ്ങനെയുള്ളതിനെയൊക്കെ ആരാധിക്കാൻ അദ്ദേഹം പുരോഹിതന്മാരെ പ്രേരിപ്പിച്ചു. അത് വന്നപ്പോൾ പുരോഹിതന്മാർക്ക് അവരുടെ സ്വന്തം സ്ഥലവും അവരുടെ ശുശ്രൂഷയൊക്കെ ഉപേക്ഷിച്ച് അവരുടെ പിതാക്കന്മാരുടെ ദൈവത്തെ ആരാധിക്കുന്ന യെരൂശലേമിലേക്ക് അവർ യാത്ര പോവുകയാണ്, രഹബെയാമിൻ്റെ അടുക്കിലേക്ക്. അതുകൊണ്ടാണ് പുരോഹിതന്മാരും ലേവ്യരും ഒക്കെ അങ്ങോട്ട് പോകേണ്ടതായ ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. യൊരോബെയാം താനുണ്ടാക്കിയ പൂജാഗിരികളിലും ദുർഭൂതങ്ങളെയും കാളകളെയൊക്കെ ആരാധിക്കാൻ അവരെ പ്രേരിപ്പിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് സത്യദൈവത്തെ അന്വേഷിക്കുന്ന എല്ലാ സത്യവിശ്വാസികളും യഹൂദന്മാരും അത് യൊരോബെയാമിൻ്റെ ആ ദേശത്തായിരുന്നല്ലോ ബാക്കി 10 ഗോത്രങ്ങൾ അവിടെ ഉണ്ടായിരുന്ന വിശ്വാസികളൊക്കെയും അവിടുന്ന് പിന്നീട് യെരൂശലേമിലേക്ക് പോകുവാൻ വേണ്ടി ആഗ്രഹിക്കുകയും യഹൂദ ദേശത്തേക്ക് അവർ പോകാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുകയാണ്. നമ്മൾ വായിക്കുന്നു, അതിൻ്റെ 17 മുതലുള്ള വാക്യം വായിക്കുമ്പോൾ 3 വർഷം അവർ ദാവീദിൻ്റെയും സോളമൻ്റെയും മാർഗത്തിൽ അവർ സഞ്ചരിച്ചു എന്നാണ്. അക്കാലം അത്രയും ശലോമോൻ്റെ മകൻ രഹബെയാം സുരക്ഷിതനായിരുന്നു നമ്മൾ വായിക്കുന്നു. എപ്പോൾ സത്യദൈവത്തെ ആരാധിച്ചും പിതാക്കന്മാരുടെ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ജീവിച്ച നാളുകളിൽ അവൻ സുരക്ഷിതനായിരുന്നു. നമ്മളും ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ സംരക്ഷണം നമുക്ക് ലഭിക്കുന്നു. എപ്പോൾ നമ്മൾ പാപം കൊണ്ട് ദൈവത്തിൽ നിന്ന് അകലുന്നുവോ അപ്പോൾ നമുക്ക് ചുറ്റുമുള്ളതായ സുരക്ഷിതത്വം നഷ്ടപ്പെടുകയാണ്.
നമുക്കെല്ലാവർക്കും കാവൽ മാലാഖയുണ്ടെന്ന് നമുക്കറിയാം. ആ കാവൽ മാലാഖ നമ്മുടെ അടുത്ത് നിന്ന് നമുക്ക് നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടാകും. അതുകൊണ്ട് അവസരം വന്നാൽ പോലും പാപം ചെയ്യാതെ നീതിമാർഗത്തിലൂടെ സഞ്ചരിക്കാൻ നമ്മൾ തയ്യാറാകുമ്പോൾ ദൈവത്തിൻ്റെ സംരക്ഷണവും ആ കരുതലും എപ്പോഴും നമുക്ക് അനുഭവിക്കാൻ സാധിക്കുമെന്ന് ഈ വാക്യം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. 3 വർഷക്കാലം അവൻ സത്യദൈവത്തെ ആരാധിച്ച് ജനത്തെ സേവിച്ച് അവരെ സ്നേഹിച്ച് ജീവിച്ചതുകൊണ്ട് അവൻ്റെ ജീവിതത്തിൽ ഒരു പ്രശ്നങ്ങളും അവനുണ്ടായില്ല എന്നുള്ളതാണ്. കാരണം ദൈവം സംരക്ഷകനായിരിക്കുന്നു എന്നുള്ളതാണ്. അതിനുശേഷം ഈ രഹബയാമിൻ്റെ ജീവിതത്തിൻ്റെ ചില ബലഹീന വശങ്ങളിലേക്ക് പോകുന്നു. അവൻ ഒന്നിലധികം ഭാര്യമാരെ സ്വീകരിക്കുന്നു. ആദ്യം ദാവീദിൻ്റെ കൊച്ചുമകൾ മഹലത്തിനെ അദ്ദേഹം വിവാഹം ചെയ്യുന്നു. അതിനുശേഷം ദാവീദിൻ്റെ മകൻ അബ്ശലോമിൻ്റെ മകൾ മാഖായെ അവൻ ഭാര്യയാക്കുന്നു. അങ്ങനെ നമ്മൾ വായിക്കുന്ന അവന് 18 ഭാര്യമാരും 60 ഉപനാരികളും 28 പുത്രന്മാരും 60 പുത്രിമാരും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അവൻ്റെ ജീവിതം തികച്ചും ജഡികമായ ഒരു ആഗ്രഹത്തിലേക്കും ജഡികമായ കാഴ്ചപ്പാടിലേക്കും മാറിപ്പോവുകയാണ്. ആരാധനയിൽ നിന്നും ദൈവികമായ സ്നേഹത്തിൽ നിന്നും അകന്നു പോകുന്ന ഒരു സാഹചര്യം രഹബയാമിൻ്റെ ജീവിതത്തിൽ ഇവിടെ സംഭവിക്കുകയാണ്. അവൻ അബ്ശലോമിൻ്റെ മകൾ മാഖായെ കൂടുതൽ സ്നേഹിച്ചുവെന്നും അവരുടെ മകൻ അബിയായെ രാജാവാക്കാൻ വേണ്ടി മറ്റ് രാജകുമാരന്മാരിൽ നിന്ന് അവനെ ശ്രേഷ്ഠനാക്കി അവനെ മാറ്റിയെന്നും അവനെ പ്രമുഖനാക്കിയെന്നും ഒക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. തൻ്റെ പുത്രന്മാരെയൊക്കെ യഹൂദ ബെഞ്ചമിൻ ദേശത്ത് അവൻ ദേശാധിപതികളാക്കി എന്ന് പറഞ്ഞാൽ അവൻ്റെ ശ്രദ്ധ മുഴുവനും ദൈവത്തിൽ നിന്ന് അകലുകയാണ്. ജഡികമായ കാര്യങ്ങളിൽ മാത്രം ചിന്തിക്കുകയും അതിൻ്റെ ഉള്ള കാര്യങ്ങൾ മാത്രം ക്രമീകരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം. നമ്മളും പലപ്പോഴും അങ്ങനെയാണല്ലോ. ജീവിതത്തിൽ പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോൾ ദൈവത്തോട് നമ്മൾ കൂടുതൽ അടുത്തിരിക്കുകയും പ്രാർത്ഥിക്കുവാനും പാടുവാനും ദൈവത്തെ സ്തുതിക്കുവാനും ഒക്കെ നമ്മൾ സമയം കണ്ടെത്തും. എന്നാൽ അങ്ങനെയുള്ള പ്രതിസന്ധി ഘട്ടങ്ങളൊക്കെ നമ്മിൽ നിന്ന് മാറ്റപ്പെട്ട് കഴിയുമ്പോൾ നമ്മുടെ ചിന്തകളും നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ ജഡികമായതിലേക്ക് വീണ്ടും പോകുന്നതായി നമുക്ക് കാണാൻ പറ്റും. ആ ഒരു മനോഭാവത്തെ നമുക്ക് അതിജീവിക്കണമെങ്കിൽ ശക്തമായ ദൈവകൃപയും ദൈവത്തിലുള്ള ആശ്രയവും പ്രാർത്ഥനാ ജീവിതവും നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് ഇവരുടെയൊക്കെ ജീവിതത്തിൽ നിന്ന് അവർക്ക് വന്നതായ ആ വലിയ ദുരനുഭവം നമുക്കുണ്ടാവാതെ ആ സത്യദൈവത്തെ മാത്രം ആരാധിച്ച് ദൈവത്തിൽ മാത്രം ആശ്രയിച്ച് ജീവിക്കുവാൻ ദൈവമേ പരിശുദ്ധാത്മാവെ ഞങ്ങളെയും ശക്തീകരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അതിന് നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ.